അത്യാവശ്യം ക്വാളിറ്റിയിലുള്ള പാത്രങ്ങളെല്ലാം മേടിക്കാൻ പറ്റുന്ന ഒരു കടയാണ് ഉദയംകുളങ്ങരയിലെ ചിത്ര മെറ്റൽസ്. അവിടെ നിന്നാണ് ഞങ്ങൾ മിക്ക പാത്രങ്ങളും വാങ്ങാറ്. ചുവട് കട്ടിയുള്ള പാത്രങ്ങളുടെ ഒരു ശേഖരം തന്നെ ഈ കടയിലുണ്ട്. ഇന്ന് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് ഒരു ഉരുളി മേടിക്കാനാണ്. ഒരു ഇൻഡാലിയത്തിൻ്റെ ഉരുളി വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതിവിടെ വന്നാൽ വില കുറച്ച് കിട്ടുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് നേരെ ഇങ്ങോട്ട് വന്നത്. പാത്രക്കടകളിലൊക്കെ പോകുമ്പോഴൊക്കെ ഞാൻ ഇൻഡാലിയം ഉരുളിയുടെ വില ചോദിക്കാറുണ്ട്. എല്ലാം നല്ല വിലയാണ് പറഞ്ഞത്. എന്നാൽ ഇവിടെ വന്നപ്പോൾ എനിക്ക് പകുതി വിലയ്ക്കാണ് ഈ ഇൻഡാലിയം ഉരുളി കിട്ടിയത്. ഹോൾസെയിൽ കടയാണ് കേട്ടോ. എല്ലാ പാത്രങ്ങളും ഇവിടെ കിട്ടും. അലുമിനിയത്തിൻ്റെ പല വെറൈറ്റിയിലുള്ള പാത്രങ്ങളെല്ലാം ഈ ഷോപ്പിലുണ്ട്. എൻ്റെ കുഞ്ഞുനാളിലെ അമ്മ ഇവിടെ വന്ന് പാത്രങ്ങളൊക്കെ മേടിക്കുമായിരുന്നു. ആ ഒരു ഓർമ്മ വെച്ചാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. ഇവിടെ വന്നൊന്ന് നോക്കാമെന്ന് കരുതി. എന്നാൽ ആഗ്രഹിച്ച പോലെ തന്നെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് നല്ല പാത്രങ്ങളൊക്കെ മേടിക്കാൻ പറ്റി. സിദ്ധു ഇതെടുത്താ മതി. ഈ ബ്ലൂ അത് മതി, കൊള്ളാം. അതുപോലെ തന്നെ ചെമ്പ് പാത്രങ്ങൾ, വിളക്കുകൾ, ഉരുളികൾ, വെങ്കല കലങ്ങൾ അതൊക്കെ ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. നമ്മൾ വരുമ്പോഴല്ലേ ഈ കടയിൽ നല്ല തിരക്കായിരിക്കും. ഗിഫ്റ്റ് വാങ്ങാൻ വരുന്നവരാണ് കൂടുതലും. പകുതി വിലയിലൊക്കെയാണ് ഇവിടുന്ന് ഗിഫ്റ്റൊക്കെ വാങ്ങാൻ സാധിക്കുക. നല്ല പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചുവട് കട്ടിയുള്ള പാത്രങ്ങളാണ് മിക്കതും. പല സ്ഥലങ്ങളിൽ പോയി കട്ടിയുള്ള പാത്രങ്ങളൊന്നും ആയിരിക്കില്ല. ഇവിടെ വരുമ്പോൾ നമുക്ക് അത്രയ്ക്കും നല്ല ക്വാളിറ്റിയിലുള്ള സ്റ്റീലുകളാണ് ഇവിടെ വിൽക്കുന്നത്. ഈ കാണുന്നത് എന്തത് മനസ്സിലായോ? മൺമറഞ്ഞു പോയ മണ്ണെണ്ണ വിളക്കാണ്. ചെമ്പിലുള്ള മണ്ണെണ്ണ വിളക്ക്. ഇത് തിരിയിട്ട് കത്തിക്കാമെന്നാണ് പറഞ്ഞത്. ഷോ മാത്രമല്ല, കണ്ടപ്പോൾ നമ്മുടെ പഴയ ബാല്യകാലമാണ് ഓർമ്മ വന്നത്. പിന്നെ ഇവിടെ പാത്രങ്ങളെല്ലാം വിൽക്കുന്നത് വെയിറ്റ് അനുസരിച്ചാണ്. ഏത് പാത്രമായാലും വെയിറ്റ് അനുസരിച്ചാണ് വില നിശ്ചയിക്കുന്നത്. അത് സ്റ്റീലായാലും അലുമിനിയം ആയാലും ഇരുമ്പായാലും അങ്ങനെ തന്നെയാണ്. തൂക്കം അനുസരിച്ചാണ് ഇവിടെ വിലയിടുന്നത്. അതുമാത്രമല്ല, വീട്ടിലെ പഴയ പാത്രങ്ങൾ, പേപ്പറുകൾ, ആക്രികൾ എന്തുകൊണ്ട് ചെന്നാലും എടുത്തിട്ട് അതിൻ്റെ വിലയ്ക്ക് നമുക്ക് പാത്രങ്ങൾ അവിടെ നിന്ന് മേടിക്കാം കേട്ടോ. അങ്ങനെയുള്ള ഒരു കടയും കൂടിയാണത്. അപ്പം ഞാനിപ്പോൾ ഞങ്ങൾക്ക് നെയ്യാറ്റിൻകര ഉദയംകുളങ്ങര വരെ വരണമായിരുന്നു. അപ്പം വന്നു കഴിഞ്ഞപ്പം ഞാൻ പണ്ട് വന്ന് നിന്ന സ്ഥലമൊക്കെ ഉണ്ട്. അവിടെ പോയി ഒന്ന് കണ്ടു നോക്കാം. ആ കുളമൊക്കെ ഉണ്ട് പണ്ട് കുളിക്കാൻ പോകുന്നത്. ഒരു വർഷങ്ങളെന്ന് പറഞ്ഞാൽ 10-20 വർഷങ്ങൾക്ക് മുമ്പേ വന്ന് നിന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങോട്ട് ജസ്റ്റ് എനിക്കൊന്ന് കാണണമെന്ന് തോന്നി, ഒരു ആഗ്രഹം തോന്നി. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവാം. അപ്പോൾ എനിക്ക് ആ പഴയ ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യില്ല അവിടെ കാണുമ്പോഴത്തേന്. ആ കുളമുണ്ടോ, ക്ഷേത്രക്കുളമായിരുന്നു. അപ്പോൾ അതൊന്ന് കാണണമെന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ മോനും ഉണ്ട് ഇത് കൂടെ. ഞങ്ങൾ 3 പേരും കൂടെ പോകുന്നത്. എന്തായാലും നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കാം എന്തൊക്കെയായിരുന്നു സംഭവം. എനിക്ക് ചെറിയ പ്രായമായിരുന്നു. എൻ്റെ അച്ചാമ്മ ഉണ്ട്. അച്ചാമ്മ എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ അമ്മയുടെ അനിയത്തിയാണ് അച്ചാമ്മ. അവരെ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പം അവര് നെല്ലിന്റെ പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പൊ അവര് എന്നെ രാവിലെ 4 മണിക്ക് ഞാൻ അവരുടെ കൂടെ പോവുമായിരുന്നു. അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പൊ കറ്റയടിക്കാനായിട്ട് പോവുമായിരുന്നു രാവിലെ. അപ്പൊ കൊയ്തിട്ട നെല്ലിനെ ഇന്നാണ് മെഷീനൊക്കെ ആയത്. ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് കമ്പ് വെച്ചിട്ട് അടിച്ചിട്ടാണ് ഈ നെല്ല് വേർതിരിക്കുന്നത്. അപ്പൊ ആ പരിപാടിക്കൊക്കെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ആകാംക്ഷയായിരുന്നു. അപ്പൊ ഇവരെപ്പോ എണീക്കുന്നു എന്നൊരു രീതിയിലാണ് ഞാൻ അവിടെ രാവിലെ എണീറ്റിരിക്കുമ്പോൾ. കാരണം പോകുമ്പോഴത്തേനും ഞാനും റെഡിയായി ഇറങ്ങും. കാരണം എന്നെ കൊണ്ടുപോകാതിരിക്കാനാണ് അവർ നോക്കുന്നത്. പക്ഷെ ഞാൻ രാവിലെ 4 മണിക്ക് തന്നെ എണീക്കുക, അവരുടെ കൂടെ പോകും. പിന്നെ അവിടുന്ന് തേയിലയൊക്കെ കിട്ടും. ആ വീട്ടിൽ നിന്ന് വലിയൊരു വീടായിരുന്നു. അപ്പൊ അവിടെ പോയി ഇതൊക്കെ കഴിയുമ്പോഴത്തേന് തേയിലവെള്ളമൊക്കെ കിട്ടും. ഈ ഒരു തേയിലവെള്ളത്തിന് വേണ്ടി അപ്പം എന്നാൽ വീട്ടിലില്ലാത്തതുകൊണ്ടല്ല, അതിന്റെ ഒരു ഭംഗി വേറെ ആയിരുന്നു കേട്ടോ. സംഭവം അടിപൊളിയായിരുന്നു. അപ്പം എനിക്കൊരു ജസ്റ്റ് ഇന്ന് ഭയങ്കര ആഗ്രഹം തോന്നി. ജസ്റ്റ് ഇങ്ങോട്ട് വന്നപ്പോൾ അങ്ങോട്ടൊന്ന് പോയാലോ ഒന്ന് കണ്ടു നോക്കാം. ആ ഒരു വഴികളൊക്കെ കാണുമ്പോൾ ഒരു നല്ല ഒരു ഇതായിരിക്കും. അന്ന് ഇങ്ങനെയുള്ള റോഡൊന്നുമല്ല, ഇത് ടാറിങ് പോലും അല്ലായിരുന്നെന്ന് തോന്നുന്നു. വളരെ മോശമായ രീതിയിലുള്ള റോഡായിരുന്നു. ഇപ്പം വികസനമൊക്കെ വന്നപ്പം ഏത് സൈഡിലോട്ടാണ് പോകുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പം എന്നാലും ചോദിച്ചാൽ ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. വീടൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇടയ്ക്കൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അപ്പം എന്തായാലും ആ ഒരു രൂപമാറ്റം ഒരുപാട് വന്നിട്ടുണ്ട്. നമ്മുടെ പഴയ ഒരു ഇത് വെച്ചിട്ട് അന്നത്തെ ആനവണ്ടി മാത്രമേ ഉള്ളായിരുന്നു. ചോദിച്ചു നോക്കാം. ആ പൂഴിക്കുന്ന് എങ്ങോട്ടാണ്? പൂഴിക്കുന്ന് ഒരു 3/4 കിലോമീറ്റർ, 1 കിലോമീറ്റർ. അര കിലോമീറ്റർ. ഓക്കെ.
വഴി ഞാൻ ചോദിച്ചു. അപ്പോൾ എനിക്ക് ജസ്റ്റ് ഒരു ഓർമ്മയേ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് റൈറ്റിലേക്കാണ് തിരിയുന്നത്. ഇതല്ല, ഇത് ചന്തയ്ക്കകത്തുള്ള എനിക്കൊരു പെട്ടെന്ന് അത് വഴി മനസ്സിലാക്കാൻ പറ്റിയില്ല. ഇവിടുന്ന് റൈറ്റിലേക്കാണ് തിരിയുന്നത്, മാർക്കറ്റിനകത്തൂടെ. അന്ന് ആ കാണുന്ന ഒരു ഷീറ്റിട്ട ബിൽഡിങ്ങിൽ ഒരു ചായക്കടയായിരുന്നു. ഏകദേശം 22 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചായക്കടയായിരുന്നു ആ ഷീറ്റ് ഇട്ടിരുന്നത്. അത് അവിടുത്തെ വൈകിട്ട് തന്നെ ഉച്ചയ്ക്ക് ചന്തയെ കൊണ്ടുവരുമ്പോൾ അവിടുന്ന് എനിക്ക് ചായയും പഴംപൊരിയൊക്കെ വാങ്ങിച്ചു തരുമായിരുന്നു. ഇതൊക്കെ കണ്ട അന്നത്തെ ബിൽഡിംഗ് തന്നെയാണ്, മൺകട്ട കൊണ്ട് കെട്ടിയ അതേ ബിൽഡിംഗ് തന്നെയാണ്. ഇപ്പം ചെവരൊക്കെ നല്ല തേച്ച് റെഡിയാക്കിയിട്ടുണ്ട്. റോഡൊക്കെ ഇത് തന്നെ. വീടൊന്നും ഇത്രയും ഇല്ലായിരുന്നു, വയൽവാരം സൈഡായിരുന്നു. അപ്പോൾ വീട്ടിൽ ഇത്രയും വഴിയൊന്നും ക്ലിയർ അല്ലായിരുന്നു. ഇപ്പോൾ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് വീണ്ടും അത് പൈപ്പിന് വേണ്ടിയിട്ട് എന്തോ എവിടെ നല്ല വഴി ഉണ്ടെങ്കിൽ പൈപ്പിനൊക്കെ വേണ്ടി വെട്ടി പൊളിക്കുമല്ലോ. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ സംഭവം. ഇതിൽ വെള്ളം വരുന്നതായിരുന്നു കേട്ടോ. അന്നൊക്കെ വെള്ളം ഉള്ള ടൈപ്പ്, ഇപ്പം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. ഇപ്പം അന്നൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പം ഇങ്ങോട്ട് എത്തിയപ്പോൾ വഴി കുഴപ്പമില്ല. ഇത് മൊത്തം വയലാണ്. ഇപ്പോഴാണ് കോൺക്രീറ്റ് ഒക്കെ ആയത്. ഇപ്പോൾ കുളത്തിനൊക്കെ വളരെ ശോചനീയമായ അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ഈ പടവിൽ ഇറങ്ങി ഇന്നാണ് ഞാൻ കുളിക്കുന്നത്. അങ്ങോട്ടൊക്കെ ഇറങ്ങുമായിരുന്നു, എന്നിട്ട് മുകളിൽ പോയിട്ട് താഴോട്ട് ഡൈവ് അടിക്കും. അപ്പോൾ എനിക്ക് നീന്തൽ അറിയില്ല, കൂടെ ഉള്ളവന്മാർക്ക് അറിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഞങ്ങൾ മണലൊക്കെ വാരിയിട്ട് താഴോട്ട് ചാടും. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ നോക്കി, വളരെ മോശമായിട്ടാണ്. കുളമൊക്കെ അന്ന് നല്ല കണ്ണാടി പോലത്തെ കുളമായിരുന്നു. അത് 20-22 വർഷങ്ങൾക്ക് മുമ്പേ ആണ്. അപ്പോൾ എനിക്കിതൊന്ന് കാണണമെന്ന് തോന്നി, ഞാൻ വന്നു കണ്ടു. ഇതിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതാണ്. പഴയ ഒരു ഫീലിംഗ് തിരിച്ച് കിട്ടിയത്. പഴയെന്ന് പറഞ്ഞാൽ ഇവനേക്കാളും കുറച്ചുകൂടെ പ്രായമുള്ളൂ, എൻ്റെ മോനേക്കാളും കുറച്ചുകൂടെ പ്രായത്തിലാണ് ഞാൻ. അന്ന് ഈ ക്ഷേത്രമൊന്നും ഇത്രയും ഡെവലപ്പല്ല. അപ്പം വല്ലാത്ത എങ്ങനെയാ ചെറിയൊരു ക്ഷേത്രമായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഡെവലപ്പായിട്ടുണ്ട്, റോഡൊക്കെ ഡെവലപ്പായിട്ടുണ്ട്. ഇതൊരു അയ്യപ്പ ക്ഷേത്രമായിരുന്നു കേട്ടോ. അന്നും ആ ഒരു രീതിക്ക് നല്ല അടിപൊളിയായിട്ടൊക്കെ ഇപ്പോൾ റെഡിയാക്കിയിട്ടുണ്ട്. അന്ന് ചെറിയ ക്ഷേത്രമായിരുന്നു. വഴിയൊക്കെ വീതി കൂട്ടിയിട്ടുണ്ട്.